കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഇംഗ്ലീഷ് ഫുട്ബോൾ ഇതിഹാസം വെയിൻ റൂണി നെയ്മറിനെ പറ്റി ഒരു കോട്ട് പറഞ്ഞത്. അതായത് നെയ്മർ ഒരു ടോപ്പ് ക്ലാസ് പ്ലെയർ അല്ല എന്ന കാര്യം. ഇപ്പൊ അതിനുശേഷം വേറൊരു സംഭവം കൂടി അരങ്ങേറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ഫുട്ബോളർ ആയിട്ടുള്ള റിയൽ മാഡ്രിഡിന്റെ റൈറ്റ് ബാക്ക് അലക്സാണ്ടർ ആർണോൾഡിനോട് ഒരു ലൈവിൽ വന്നിട്ട് നെയ്മർ ആണോ അതോ സലാഹ് ആണോ ബെറ്റർ പ്ലെയർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സലാഹ് എന്നാണ് ആർണോൾഡ് അതിൽ പറയുന്ന മറുപടി. അതായത് ഇത് ഒരു ട്വിച്ചിൽ നടക്കുന്ന ലൈവാണ് എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇതിനെപ്പറ്റി ഒരാൾ ചോദിച്ചപ്പോൾ ആർണോൾഡ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നെയ്മർ ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആണ്, നെയ്മർ ഒരു ട്രിക്കി ഫുട്ബോളറാണ്. ആ ഒരു സംഭവം നെയ്മർ അടിപൊളിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നെ പുള്ളിക്കാരൻ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ പക്ഷേ സലാഹ് നേടിയ നേട്ടങ്ങളും അതുപോലെ തന്നെ സലാഹ് മറികടന്ന റെക്കോർഡുകളും അതൊക്കെ നോക്കുകയാണെങ്കിൽ സലാഹ് ആണ് എൻ്റെ ഉത്തരം. അത് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരമാണ് എന്നാണ് ആർണോൾഡിന്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ വെയിൻ റൂണിയുടെ ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. വെയിൻ റൂണിക്ക് ഒരു മറുപടി ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നെയ്മർ ജൂനിയർ ഈ ഒരു ജനറേഷനിൽ ഉണ്ടാക്കിയ ഒരു ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വീണ്ടും കേൾക്കുമ്പോൾ ശരിക്കും കോമഡിയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ ജനറേഷനിൽ നെയ്മർ ജൂനിയർ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. മെസ്സി റൊണാൾഡോ കഴിഞ്ഞാൽ പിന്നെ നെയ്മറാണ് നമ്മൾ പറയുക. അത്തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു പ്ലെയർ. പിന്നെ നമ്മൾ സലാഹിന്റെ കാര്യം നമ്മൾ മെസ്സി റൊണാൾഡോ നെയ്മർ, പിന്നെ നമ്മൾ പറയുക എംബാപ്പെ, ഹാലൻഡ്, സലാഹ് തുടങ്ങിയ പ്ലേയേഴ്സ്, ഹസാർഡ്, മാനെ തുടങ്ങിയ പ്ലേയേഴ്സിനൊക്കെ നമ്മൾ പിന്നെയാണ് ആ ഒരു റേഞ്ചിൽ വെക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് വളരെയധികം എന്താ പറയുക വിയോജിപ്പാണ് ഇതിനോട് ഉള്ളത്. പിന്നെ പക്ഷെ എന്താ വെച്ചാൽ ആർണോൾഡ് സലാഹിനൊപ്പം ലിവർപൂളിൽ കാലങ്ങളായിട്ട് കളിച്ച പ്ലെയറാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പുള്ളിക്കാരൻ്റെ ക്വാളിറ്റി കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ട്രെൻഡ് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഏതായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫുട്ബോൾ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോക്കൊക്കെ ലൈക്ക് അടിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.